അസ്സലാമലൈക്കും. നമ്മളെ മഹലിൽ ഒരു ഐക്യപ്പം നിലനിൽക്കുന്നില്ല. നമ്മളെ ഭാഗത്തുനിന്ന് ഈ ഐക്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് സംസാരങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ സമവായങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം അതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയും അതിൽ കാര്യപ്പെട്ടവരൊക്കെ ഇപ്പം മഹലിലെ പ്രസിഡൻ്റ് ആയാലും അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും ഞാൻ എല്ലാ മെമ്പർമാരുടെ അടുത്ത് പോവുകയും ചെയ്തതാണ്. ഒരുവിധം എല്ലാ മെമ്പർമാരെയും കാണുകയും അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും പിന്നെ അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളെ വേറൊരു വഴിക്ക് പോയി എന്നുള്ളത് ഞാനിപ്പം മനസ്സിലാക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2 പ്രാവശ്യം ഞങ്ങളിരുന്ന്, ഒരു പ്രാവശ്യം മേൽക്കമ്മിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരിരുന്നു. അതായത് ഒരു ഭാഗത്ത് നിന്ന് 2 ആളും നമ്മളെ ഭാഗത്ത് നിന്ന്. കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ ആയിരുന്നു? EK വിഭാഗത്തിന് റെപ്രസെൻ്റ് ചെയ്തിട്ട് അതുപോലെ AP വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഈ മസലത്തിൽ സംസാരിക്കാൻ വന്നത്? AP വിഭാഗത്തിൽ നിന്ന് മർസൂഖ് സക്കാഫി, പിന്നെ അണ്ടോണുള്ള സലീം അണ്ടോൺ, ഇവർ 2 ആളും ആണ് വന്നത്. നമ്മളിത് KP കോയക്കായും പിന്നെ അവളെ മലയമ്മ ബൂക്കർ ഫൈസി മലയമ്മയും കൂടിയാണ് നമ്മളെ ഭാഗത്തുനിന്ന് EK വിഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒരു 2 ആൾ കൂടി ഇരുന്നിട്ടാണ് ഈ മസലത്ത് അവസാനമായിട്ട് സംസാരിച്ചതും അവരെ എഴുതി തന്നതും. പിന്നെ അത് നമ്മുടെ അടുത്തുണ്ട്, ആ ഒരു വഴി തന്ന കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞിക്കണോ നോക്കിയാൽ പോരെ? ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യമുള്ളൂ. ശരിക്കും അത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ കാതിനെ മാറ്റണമെന്ന് പറഞ്ഞില്ല, ഖത്തീബിനെ മാറ്റണമെന്ന് പറഞ്ഞില്ല. അതിൽ വ്യക്തമായിട്ട് എഴുതിക്കണ്. ഖത്തീബിൻ്റെയും കാതിൻ്റെയും കഥയെ പറഞ്ഞില്ല. അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഖത്തീബ് ഇടയ്ക്കിടയ്ക്ക് ലീവിന് പോണതാണ്. നൂർ സക്കാഫി ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് കാര്യങ്ങൾ പോകണം. ഈ മാസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സമയത്ത് EK വിഭാഗത്തിന് അനുമതിയോടുകൂടെ ഒരു ഖത്തീബിനെ വെക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇവർ പറഞ്ഞുണ്ടാക്കണമെന്ന് വെച്ചാൽ ഖത്തീബിനെ മാറ്റണോ, കാലിനെ മാറ്റണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരുപാട് ആളെ വോട്ട് ഇവർ കട്ട് ചെയ്ത്. എത്ര ആളെ വോട്ടാണ് കട്ട് ചെയ്ത്? ഈ പാവങ്ങൾ വൈകുന്നേരം വരെ അധ്വാനിച്ച് വന്നിട്ടാണ് അങ്ങനത്തെ നോക്കിയിട്ട് ആൾക്കാരെ വോട്ട് കട്ട് ചെയ്ത്. അതിന് മുമ്പൊന്നുമല്ല ഇപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെയാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അതിന് കാര്യമുണ്ട്. ഇപ്പം 3 വർഷമായിട്ട് നിങ്ങളെ കാലാവധി കഴിഞ്ഞിട്ടാണ് നിങ്ങളിതിന് വെക്കുന്നതുകൊണ്ട് അതിന് ഇതില്ല. മാത്രമല്ല, ഇത് 5 വോട്ട് 4 വോട്ടിനാണ് ഓരോരുത്തരും ജയിച്ചു. ഒന്ന് 7, ഒരു ഭാഗത്തിന് 7 കിട്ടി, ഒരു ഭാഗത്തിന് 8 കിട്ടി. അപ്പം ഈ വലിയ വ്യത്യാസമല്ലാതെ തന്നെ 5 6 വോട്ടിന് വിജയിച്ച ആൾക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ മഹല്ലിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും ഒരുമിച്ചുള്ളൊരു ഭരണമാണ്. അതല്ലാതെ അത് ഇതിൽ തന്നെ തെളിഞ്ഞതാണ്. ഒരു കൂട്ടർ മാത്രം ജയിക്കുകയാണ്, ഒരു കൂട്ടർക്ക് മാത്രം ചെയ്താൽ ജയിക്കൂലേ? അതല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ ആ നിലക്ക് ഞാൻ ഇവരോട് സംസാരിച്ച് അതിന് പ്രസക്തി ഇല്ല. എങ്കിലും നിങ്ങൾ പ്രസക്തി ഉണ്ടായിക്കോട്ടെ. അതിന് അങ്ങനെയാണ് ലാസ്റ്റ് എന്ത് തീരുമാനിച്ചത്? കാളി AP ഉസ്താദാണ് ഇവിടുത്തെ കാളി, മഹല്ല് കാളി AP ഉസ്താദാണ്. അപ്പോൾ AP ഉസ്താദിനെ കാളിയായിട്ട് തന്നെ നിലനിർത്തുക. പിന്നെ ഖത്തീബായിട്ട് നിലനിർത്തുക. ഇപ്പം നമ്മളെ പോലെ മുന്നിൽ വെച്ചൊരു ഖത്തീബിനോട് വെക്കണം. കാരണം നമ്മൾ ഖത്തീബ് നൂർ സക്കാഫി ഇടക്കിടക്ക് ഉംറക്ക് ഹജ്ജിന് എല്ലാ കാര്യത്തിനും ഇടയ്ക്ക് ഇത് 14-ാം തീയതി പോകാൻ നിൽക്കുക. ഈ 14-ാം തീയതി പോകാൻ നിൽക്കുക നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മളോട് ചോദിച്ചുകൊണ്ട് നമ്മളെ ആളായതുകൊണ്ട് ഒരാളെ നിർത്തണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടുപോകും. അപ്പോൾ അത് പിന്നെ സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ കാതിനെ മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഖത്തീബിനെ മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോൾ വീട്ടുകളിൽ കയറുന്ന സമയത്ത് അവർ പറയുന്നത് കാദിനെ മാറ്റും, അതുപോലെ നൂർ സക്കാഫിനെ ഇമാമത്തുനിന്ന് മാറ്റും, ഖത്തീബ് സ്ഥാനത്ത് മാറ്റും എന്നൊക്കെയാണ് ഒരു വീട് കയറി. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. മാത്രമല്ല, അത് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞാണ്. കാദിനെ നമുക്ക് മാറ്റാൻ കഴിയൂല. AP ഉസ്താദാണ്. ഇപ്പം നമുക്ക് തൽക്കാലം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് തന്നെ ഓലോട് തന്നെ ഞാൻ പറഞ്ഞിരിക്കണം. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഖത്തീബിനെ മാറ്റുന്ന പരിപാടിയെ പറഞ്ഞില്ല. ഖത്തീബ് നമ്മളൊന്ന് പുതിയ വെക്കണം. ഇയാൾ മൂപ്പര് പോകുമ്പോൾ മൂപ്പരെ ബദലിലേക്ക് ഒരാളെ വെക്കണമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടോന്നാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് തുല്യമായി വീതിക്കുക. പ്രസിഡന്റ് ഒരാൾക്ക് എടുക്കുക, സെക്രട്ടറി വേറൊരാൾക്ക് എടുക്കുക, ഖജാൻജി വേണമെങ്കിൽ നറുക്കിട്ടെടുക്കുക. അങ്ങനെ ചെയ്യുക. ആദ്യത്തെ പ്രകാരം അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് പോയ മേൽക്കമ്മിറ്റി എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് നമുക്ക് തന്നിക്കണ്. എഴുതി കൊണ്ടുപോകുന്ന എഗ്രിമെൻ്റ് ഇതിൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. നമ്മളതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. ഇതാണ്ടായ സംഭവം. അതിന് വേണ്ടി ഇവർ പറഞ്ഞുണ്ടാക്കുന്ന പല കോലത്തിലാണ്. ഇവിടെ ഈ സമയത്ത് എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം ഈ മഹല്ലിൽ ഒക്കെ കുടുംബങ്ങളും ബന്ധങ്ങളും മാത്രമേ ഉള്ളൂ ഈ മഹല്ലിലുള്ളൂ. ഈ കുടുംബവും ബന്ധം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പം നോക്കിയാലും മനസ്സിലാവും. നമ്മുടെ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഭാഗത്ത് കാണാം അബ്ദുൽ അസീസ് കാണാം, അപ്പുറത്ത്
സക്കാബിനെ കാണാം, അത് മറ്റേ നിസാമി നിസാമിനെ കാണാം 8-നും 5-നും. ഇപ്പുറത്തെ അയമുട്ടിനെ പൈക്കാട്ട് അയമുട്ടിനെ കാണാം, അപ്പുറത്തെ അബ്ദുൾ റസാഖിനെ കാണാം, അതും 8-നും 5-മാരാണ്. ഇപ്പുറത്തെ MP അബ്ദുൾ റസാഖിനെ കാണാം, ഇപ്പുറത്തെ MP മൂസനെ കാണാം, 8-നും 5-നാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും കുടുംബമാണ്. ഇപ്പം തന്നെയുള്ള 3 ആള് ഇതിൽ 8-നും 5-മാരാണ്. ഇങ്ങനെ കുടുംബക്കാർ തമ്മിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങേണ്ട കാര്യമില്ല. ഒക്കെ ബന്ധങ്ങളാണ്, കുടുംബങ്ങളാണ്, ഒന്നിലെ സ്നേഹിതന്മാരാണ്. അങ്ങനത്തെ ഒരു ബന്ധത്തിന് നല്ല നിലയ്ക്ക് എല്ലാ മഹലിലും ഇപ്പം അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. പിന്നെ ഈ മഹലിലായിട്ട് എന്തിനാ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്? ഈ മഹലിൽ ഇപ്പോഴുള്ള അജണ്ട എന്താ വെച്ചാൽ ഈ മഹലിൽ മർക്കസിൻ്റെ എരിയത്തായതുകൊണ്ട് ഇവർക്ക് സ്വന്തക്ക് കൊണ്ടു നടക്കണം, ഇവരെ മഹലിലായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ഇവർ വളരെ പൈസാചികമായി തന്നെ പറയും. BJP-യെക്കാളും കടുപ്പ അവർ ചെയ്തത്. ഇവർ കുറേ ആളെ വെട്ടി. ഇപ്പം എത്ര ആൾക്ക് വോട്ടില്ലാന്ന് പറയും ഈ മഹലിലുള്ളവർ. കഴിഞ്ഞ പ്രാവശ്യം ഈ BJP എന്താ ചെയ്യുന്നത്, അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുപോകാൻ ചെയ്യിക്കണമെങ്കിൽ ഇവരുടെ അടുത്ത മഹലിൽ ആളാണ് ഇതിൽ ചേർത്തുന്നത്. ഇവിടുന്ന് വെട്ടി മാറ്റി ഒരുപാട് വോട്ടുകളുണ്ട്, തെളിവ് സഹിതം ഹാജരാക്കാൻ കഴിയും. ഈ കഴിഞ്ഞ പിന്നെ ലാസ്റ്റ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായി കരട് പത്രിക വന്നപ്പോൾ അതിലില്ലാത്ത ആൾക്കാർ ഇത്രയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതായത് ഒന്നും അറിയാത്ത പാവങ്ങളതാണ് ഇവർ കട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് പാവങ്ങൾ കട്ട് ചെയ്യാൻ കാരണം? ഒരു വൈകുന്നേരം പണി കഴിഞ്ഞ് അന്ന് ഓർക്കൊന്നും നോക്കാൻ സമയമല്ല. ആകെ 1-2 ആഴ്ച കൊണ്ടാണ് ഈ ഉള്ളു പരിപാടി ഇവർ ആസൂത്രണം ചെയ്തത്. ഇവരെ വക്കീൽ വന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾ വന്നിട്ട് ചെയ്തൊരു പരിപാടി. അത് ഒരു പിന്നെ വോട്ട് ചേർത്താനോ അത് ഒഴിവാക്കാനോ ഒന്നും സമയം ഉണ്ടായില്ല. ഇല്ലാത്ത തെരഞ്ഞു പിടിച്ച് നോക്കിയ ആളെടുത്ത് കൊണ്ടുപോയാൾ അറിയും സമയം കഴിഞ്ഞെന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ഇതിൽ വീട്ടിൽ വരുന്ന സമയത്ത് വോട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് EK വിഭാഗം വോട്ട് വെട്ടിയെന്നാണ് ഇവരുടെ പ്രചാരണം. ശരിയാണോ? ഒരിക്കലല്ല. EK വിഭാഗത്തിനെ വെട്ടി EK വിഭാഗം ഒരാളെ വോട്ട് വെട്ടിക്കാനും പോകുന്നില്ല, ഇതാക്കാനും പോകുന്നില്ല. നല്ല നിലക്ക് അതായത് പള്ളിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിലേക്കുള്ളതല്ല. അതൊന്നും ഓൽക്ക് ഓർമ്മയില്ല. എന്തിനാ ആൾക്കാരെ വോട്ട് വെട്ടി? ഓരോരുത്തരെ കൊടുത്തോ ഒരു പറഞ്ഞു ഞങ്ങൾ ആൾ കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അതായത് ഇവരെന്താ ചെയ്തത്? ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇവർ പറഞ്ഞ് നമ്മൾ മെമ്പർഷിപ്പിന് അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് മെമ്പർഷിപ്പിന് എല്ലാവരും എഴുതി കൊടുത്ത് ആ മെമ്പർഷിപ്പിന് ഒരാൾക്ക് പോലും ഇവർക്ക് അതിന് റെസിപ്റ്റ് കൊടുത്തില്ല. മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ? ആദ്യം മെമ്പർഷിപ്പ് കൊടുത്തിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത്. അതൊന്നും ഉണ്ടായില്ല. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുനാഫിക്കിൻ്റെ പണി അവരെടുത്ത്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊരു പള്ളിൻ്റെ കാര്യമാണ്. ആ പള്ളിൻ്റെ കാര്യത്തിൽ നിന്നെടുക്കുമ്പോൾ നേരെ വേണം, നേരെ പോകണം, നേരെ വരണോ. ഇത് പഞ്ചായത്തിലൊക്കെ പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒന്ന് തെരഞ്ഞെടുപ്പല്ലത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊരിക്കില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അള്ളാനെ പേടിയുണ്ട് തന്നെ തുപ്പിയിട്ട് നടന്നിട്ട് കാര്യമില്ല, അള്ളാനെ പേടിക്കണം. അല്ല, ഇതിലിപ്പോൾ ഒരു പറയുന്നത് മറുവശം രാഷ്ട്രീയക്കാരാണ്, APക്കാരൊക്കെ മതപണ്ഡിതരും പിന്നെ പുരോഹിതരൊക്കെ ആണെന്നുള്ളതാണ്. എന്ത് മതപണ്ഡിതരായിട്ടാണോ ഈ പണിയെടുത്ത് ഇങ്ങനെ ഈ ഉൾട്ട മാർഗത്തിലൂടെ, അതായത് ഒരു നേരായ മാർഗത്തിലൂടെ അല്ലാതെ ചെയ്തത് അവർ മതപണ്ഡിതന്മാരായിട്ടാണോ? അവരെ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്നാൽ എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുക. മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ലെവലിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ കൂടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ കൂടിയ ഈ ഇതിൻ്റെ എല്ലാം കൂടി ഉലുമാലിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഏസം നീട്ടി വെക്കാം. ഒരുപാട് പറഞ്ഞാൽ കേൾക്കൂലേ? അല്ല ഇവിടെ ആരെങ്കിലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കണോ, തെരഞ്ഞെടുപ്പ് വയ്ക്കണോ എന്ന് പറഞ്ഞിട്ട്? അങ്ങനത്തെ എന്തൊരു സംഭവം ഉണ്ടോ? ഒന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് 11-ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ഇത് കൊണ്ടുപോയി വെക്കാൻ എന്താ കാരണം? എന്താ അതൊന്ന് പറഞ്ഞു തരട്ടെ ഇവർ. അപ്പോൾ ഓരോട് ചോദിക്കുമ്പോൾ പോലെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ കഴിയില്ല? ഓല് തന്നെ പോയിട്ട് വകുപ്പ് ബോർഡ് കൊടുത്തതുപോലാണ്. വകുപ്പ് ബോർഡ് പോയി പറഞ്ഞതാണ്. ഓല് AP-ൻ്റെ ആണ് ഇവിടുത്തെ വക്കീൽ ഇപ്പോൾ വന്ന ആള്, റിട്ടേണിംഗ് ഓഫീസർ ഓല ആളാണ്. ഓല് പറയും പോലാണ് കാര്യങ്ങൾ. അതുകൊണ്ടല്ലേ ഇത് ഒരുപാട് വെട്ടൽ വന്നത്. ഓല് വരുന്നവരും വെട്ടിയില്ല. ഇപ്പോഴത്തെ പ്രസിഡന്റ് മജീദിൻ്റെ അടക്കം കോട്ടിയേരി മജീദിൻ്റെ അടക്കം ഡബിൾ എൻട്രിയാണ് വന്നത്. എന്തുകൊണ്ട് വന്ന്? ഒരുപാട് ഡബിൾ എൻട്രി വന്നിരുന്നു. ഒക്കെ ഡബിൾ എൻട്രി ആയിട്ട് വെട്ടിച്ചതാണ്. കുറേ വെട്ടിച്ചിക്കണം. ഇനിയിപ്പോൾ എത്ര വെട്ടാത്തുണ്ട്? ഇന്നിപ്പോൾ ഞാൻ മജീദിനോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒക്കെ വെട്ടിയിക്കണ്, ഞാൻ ഇത് ചെയ്യാനാണ് വന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതുപോലത്തൊക്കെ ഡബിൾ എൻട്രി വരിക, നമ്മളുള്ള വെട്ടി. ഇതെന്താ സംഭവസ്ഥിതി? ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ഏകപക്ഷീയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഓർക്ക് വിജയം മാത്രമേ ഓർക്ക് ആവശ്യമുള്ളൂ. ഓർക്ക് മറ്റൊന്നും ഓരോ മുന്നിലില്ല. എങ്ങനെങ്കിലും വിജയിക്കണം. ഇങ്ങനെയാണ് ആർക്കും വിജയിച്ചൂടെ? ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ ഇത് വെട്ടി വെട്ടാത്തവരൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കഴിച്ചാലും കഴിഞ്ഞില്ലേ? പാവങ്ങളൊക്കെ അപ്പം മേലോട്ട് നോക്കുക വോട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊക്കെ ഇവർ സമാധാനം പറയേണ്ടി വരും തീർച്ചയായിട്ടും. നമ്മളെ മഹലിൽ ഖബർസ്ഥാനില്ല. ഖബർസ്ഥാൻ അവിടെയും ഇവിടെ ഇപ്പോൾ ഓരോ ഖബറിൻ്റെ ഇടയിൽ നോക്കി കുഴിച്ചുകൊണ്ട് നിൽക്കുക. ഖബർസ്ഥാൻ തൊട്ടടുത്തുണ്ട്, വാങ്ങാൻ മതി. എല്ലാവരും കൂടി ഒരുമിച്ചാലേ കഴിയൂ. ഖബർസ്ഥാൻ വാങ്ങണ്ടേ? പിന്നെ അതുകൊണ്ട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് പള്ളിക്ക് എന്ത് വരുമാനമാണുള്ളത്? ദിവസവും ഒരു കാര്യം ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണ്ടേ?
അല്ല 3 വർഷം മുന്നേ ഒരു സ്ഥലം പള്ളിക്കുണ്ട്, അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കും. അതിന്റെ കഥ പറഞ്ഞാൽ നിൽക്കുകയല്ലേ. ഞാനിപ്പോൾ അടുത്തുകൊണ്ട് ആ സ്ഥലത്തൊന്ന് പോയിനി. ആ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ എന്താ സംബന്ധിച്ച്, കാരണം കാട് പിടിച്ചെടുക്കുക. അന്ന് തങ്ങൾ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കണം, ആന ഉണ്ടാക്കണം, കുതിര ഉണ്ടാക്കണം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം അവിടെ പോയി നോക്കും, ആട്ട ആൾക്കാരിനോട് തന്നെ അങ്ങോട്ട് പോയില്ലേ, അവിടെ പന്നി വെച്ച് കിടക്കുന്നുണ്ട്. അത്രയും നാശമായി കിടക്കുകയാണ്. കാട് പിടിച്ച് കിടന്നിട്ട് അതിൻ്റെ ഉള്ളിലും പന്നി വെച്ച് കിടക്കുകയാണ് അവിടെ. നായ്ക്കളെയും പന്നികളെയും വിഹാര കേന്ദ്രമാണ് അവിടെ. അത്രയും ഒന്നും കാര്യം ചെയ്തില്ല. ഇവർ പറയുന്ന പള്ളിക്ക് എല്ലാവരും കൂടി എല്ലാം കൊടുത്ത് പള്ളീൻ്റെ ഉള്ള എല്ലാവരും അതിൽ പങ്കാളിയാണ്. അല്ലാതെ പോലും പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ മഹലിൽ എല്ലാവരും അതിന് സഹകരിച്ചിക്കണ്. പിന്നെ മുകളിൽ സോളാർ വെച്ചതിന് സഹകരിച്ചിക്കണ്. എല്ലാവരും സഹകരിച്ചിക്കണ്. പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തവർ പറയും, ജോലി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാം, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഈ മഹലിൽ തന്നെ ഇപ്പോൾ ഒരാൾ മരിച്ചു, ഒരു പാവപ്പെട്ടവൻ മരിച്ചു. അവൻ്റെ സ്ഥിതി എന്ത് ചെയ്താൽ 10,000-11,000 റുപ്യാണ് ഖബറിന് വേണ്ടിയത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഈ ഖബറിൻ്റെ പരിപാടി ഒന്നുമില്ലെങ്കിൽ പാവപ്പെട്ടവരെല്ലാം കുറച്ച് ഒഴിവാക്കാൻ പറ്റൂലേ. പാവപ്പെട്ട ഒരാൾ മരിച്ചിട്ടാണ്, അവൻ അതിലും വലിയ ചുറ്റുപാടായി മരിച്ചതിനെ ഖബറിൽ കൊടുക്കാൻ പൈസക്ക് വേണ്ടി പയ്യ. അതൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് പായലിൽ അതിന് ഒരുമിച്ച് നിന്നാലല്ലേ കഴിയുള്ളൂ. അത് ഇനി അവർ മനസ്സിലാക്കില്ല. എന്നാ അവർ മനസ്സിലാക്കുക? എനിക്കിത്രേ പറയാനുള്ളൂ. ഒരിക്കലും ഇതൊരു നേരായ മാർഗത്തിലൂടെയുള്ള തിരഞ്ഞെടുപ്പല്ല. അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. നമ്മളതിൽ നിൽക്കുന്നു എന്ന് മാത്രം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിൽ സഹകരിക്കാതെ നമ്മൾ ഒന്നായിട്ട് പോകും. 10-30 കൊല്ലം പുറത്താണ്. നമ്മൾ ഒന്നുമല്ലാതായി പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനോട് ഞാനൊക്കെ സഹകരിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.